എന്റെ വീടിരുന്നത് തിരമാല വരുന്നതിന്റെ അടുത്താണ് എന്റെ വീടിരുന്നത്. കാണുന്ന തിരമാല വരുന്നതിന്റെ അടുത്താണ്. ഇത്രയും വീടിരുന്ന ഇടത്തുനിന്ന് ഇപ്പോഴും എന്റെ സ്ഥിതി ആ വീട് ആ വെള്ളത്തിലാണ് കിടക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണ്. ഞങ്ങളുടെ വീടിന്റെ മുൻപിലോട്ട് 4 വീട് ഉണ്ടായിരുന്നു. 4 വീട് 6 തെങ്ങ് നിൽക്കുന്ന ഒരു സ്ഥലവും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും കർക്കിടക സമയത്തുണ്ടാവും, പക്ഷെ ഇത്ര നഷ്ടം വരില്ലേ, വീടുകൾ പോവില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ പദ്ധതി വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് പോകേണ്ടി വന്നത്. ഈ വീട് വെച്ചത് 2019 ഈ വീട് നഷ്ടപ്പെട്ടത്. 18 വെച്ച വീടാണ്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ കളിച്ചോണ്ടിരുന്ന പെട്ടെന്ന് കടലടിച്ച് ചെമര് പൊട്ടി, അങ്ങനെ ബാത്റൂമൊക്കെ പൊട്ടി വീണു. എന്റെ മോളുടെ വീട് കടൽ കൊണ്ടുപോയി. 3 മക്കൾ അതിന്റെ ഇടയിൽ കിടന്ന് തെരുഞ്ഞ് ഞങ്ങളെ വലിച്ചൊക്കെ എടുത്ത് കിടക്കാൻ ഇടയില്ല. വീട് ഇല്ലാതെ ജീവിക്കുക, ആ വീടില്ലാതെ ജീവിക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ട് കെട്ടിയ വീടുകളാണ്. ഈ ഓഗി വന്നതിന് പിറവ് ഈ ദുരന്തങ്ങൾ വന്ന് വീടുകൾ പോയപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് രാത്രി ഉറങ്ങിയിട്ടില്ല. തിര അടിക്കുന്നത് നെഞ്ചിലെന്ന് പറഞ്ഞിട്ട് ഡോർ പോയി തുറക്കും, പിന്നെ വന്നിരിക്കും ഡോർ പോയി തുറക്കും. രാത്രി ഉറക്കമില്ല, 12-1 മണിയാവും ഉറങ്ങും. രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. കൊതുവ് കടിയും ഉരുളുകളും ചോറ്റിൽ വീണ് കഴിക്കുന്ന ചോറിൽ വീഴുന്ന ആ ഉരുളോടെ ഞാൻ കഴിച്ചിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഇപ്പം പോകണമെന്ന് തന്നെ ഉള്ളത്. ഇവിടെ അതിന് താമസിക്കാൻ ഒക്കില്ല. ഭയങ്കര കീരി, രാത്രിയാകുമ്പോൾ കീരി എല്ലാ ഇതുമുണ്ട്, പാമ്പ് സഹിതമുണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വീട് പുറം മൊത്തം വെള്ളമായിരുന്നു. പിന്നെ ബാത്റൂമൊക്കെ പൊട്ടിയായിരുന്നു കിടക്കുന്നത്. ഒരു ബാത്റൂം ഇല്ലാതെ 3 വർഷം കൊണ്ട് ഒരു ബാത്റൂം ഇല്ലാതെ 2 വയസ്സായവർ ഇതിനകത്ത് ജീവിക്കുകയാണ്. ഞാൻ വിളിക്കിറങ്ങുന്നത് സത്യത്തിൽ ഒരു ബക്കറ്റിനകത്ത് കവർ വെച്ചിട്ടാണ്. So the first house was probably like a cave because it protected you from the rain, it protected you from the lightning, it protected you from the heat, it protected you from the snow, and it protected you from predators. Now this need has become evolved into something much more as in the sense of it is not only a protection from other resources, but it has become a part of your life. It has become an extension of your life. ഓഗി ദുരന്തത്തിന് ശേഷമാണ് ഇത്രയും കടലാക്രമണം. അങ്ങനെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അധ്വാനിച്ച് അവരവർ വെച്ച ഭവനങ്ങളില്ലാതെ ഉടുതുണി വരെ എടുക്കാൻ കിട്ടാത്ത പല രീതിക്കുമാണ് 5 ലൈൻ വീട്ടിലെ ജനങ്ങൾ ഓടിത്തള്ളി. 2 റൂമും കക്കൂസ്, ബാത്റൂം, അടുക്കള എല്ലാം പോയി. ഞങ്ങൾ അകത്തേറി നോക്കാം, ഞങ്ങൾക്കുള്ള സൗകര്യം എന്തൊക്കെയാണ്. ഇവിടെ അമ്മേൻ്റെ വീട് നഷ്ടപ്പെട്ടത് 2019 2 റൂം അങ്ങ് നഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ ഭർത്താവ് 2 പെമ്പിള്ളേർ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഒരു വീട്ടിനകത്ത് ഞങ്ങൾ ഈ 6 പേരുണ്ട്. 6 പേരും ഒരു കുഞ്ഞിനെയും ചേർത്ത് 7 പേരുണ്ട്. ഈ 7 പേരിൽ നിന്ന് ഒരു ചെറിയ വീട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇപ്പം കണ്ടില്ലേ ഗ്രൗണ്ട് പാതിക്ക് പാതി പോലും ഇല്ല ഗ്രൗണ്ട്. 7 വരി വീടുകൾ നമ്മൾ 7 വരി വീടുകൾ പോയി കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഒരുപാട് പേരെ കണ്ണീരോടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ രാത്രി വന്ന് അറിയാൻ പറ്റും എത്ര പേര് ഇവിടെ കിടന്ന് ഉറങ്ങുന്നു വീടില്ലാത്തവർ. ഓക്കി ദുരന്തത്തിൽ 52 പേർ മരണപ്പെടുകയും 91 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും പേർക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ആനുകാലികമായി കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള സഹായങ്ങളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല. വെള്ളമെല്ലാം കയറി ഇറങ്ങി ഓടെല്ലാം പോയി. അതെല്ലാം ഒരു ഇതായിട്ട് നാങ്കാതെ വെള്ളത്തിൽ ഞാൻ കിടക്കിനി. പിന്നെ മേലെന്താ അറിയാവക്കും അവിടത്തെ വിശേഷം എല്ലാം എങ്ങനെ എഴുതുണ്ടാക്കാൻ പോയി. അടിക്കുന്ന മക്കള് വേണ്ടമ്മ, നമ്മൾ രാവിലെ കാപ്പി എല്ലാവർക്കും ഞങ്ങൾ പിച്ചുപോയി.
നിങ്ങൾ വെച്ചോടിക്കുമില്ല. ധാർമ്മ കൈനീട്ട് വാങ്ങിച്ച് എല്ലാ മനുഷ്യർക്കും ഞങ്ങൾ കൊടുക്കും. അത് മാത്രം ദൈവം നമുക്ക് തരുന്നതാണ്. പിന്നെ ഇപ്പോഴാ മുറുക്ക അന്ന് എൻ്റെ ഭർത്താവ് പോനമ്പുറ കുത്തിയിരുന്ന ഇരിപ്പാണ് ഈ മുറുക്കാൻ കച്ചവടം. വിത്താണ് മക്കൾക്ക് നാളിയരി വാങ്ങിച്ച് വേവിക്കാനും പിടിക്കാനും ആരെ കൊണ്ടുള്ള ഒരു സഹായമോ നിയന്ത്രണമോ ഒന്നുമില്ലായിരുന്നു. നാട്ടു മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാം. പൂന്തറ മുതൽ വലിയതുറ വരെ 17 പുലിമുട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 17 പുലിമുട്ടുകളും അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസമാണ് കടലാക്രമണം. ഇത്രയും കല്ലുകൾ ഇങ്ങനെ ഇട്ടിട്ടും ഇതിന്റെ പിറത്തുകൂടി അടിച്ച് ഞങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ട്. കല്ലിട്ടെന്ന് പറയുന്നത് കടൽ വന്നപ്പോൾ കല്ലിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള വീട്ടുകാരെങ്കിലും സുരക്ഷിതമായിട്ട് കിടക്കണമല്ലോ. അവരെങ്ങനെ കിടക്കും? അവര് കൊണ്ട് ഇത്രച്ച കല്ല് പൊക്കി വിടുന്നു. ആ കല്ല് കടൽ വരുന്ന അങ്ങോട്ട് ഇழுത്തോണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഇരിക്കുന്ന വീട്ടുകാർ പേടിച്ചാണ് ഇന്ന് അവിടെ കഴിയുന്നത്. വള്ളത്തിൽ പണിക്ക് പോകാനും വളരെ ബുദ്ധിമുട്ടാണ്. കയറി ഇറങ്ങിപ്പോയി കുപ്പിമുറി കൊള്ളുന്നു. എത്രയോ അപകടത്തിൽ കല്ലിൽ തന്നെ മെനിഞ്ഞാന്ന് ഒരാൾ ഉരുണ്ടടിച്ചൊക്കെ വീഴുന്നു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഇന്നും മത്സ്യം പിടിക്കാൻ കൊമ്പന്മാർ വരെ ഇറങ്ങുന്ന നാടാണ്. അത്ര വലിയ നാട്ടിൽ ഇന്ന് വള്ളങ്ങൾ വയ്ക്കാൻ കടപ്പുറങ്ങളില്ല. അവർ ഞങ്ങളുടെ കളിസ്ഥലങ്ങളിലാണ് ഏതാണ്ട് ഗ്രൗണ്ടിനകത്താണ് കയറ്റി വെച്ചിരിക്കുന്നത് വള്ളങ്ങൾ. 40 പ്ലേയേഴ്സ് ഈ ചെറിയ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. ഒരു ഗ്രൗണ്ടില്ല ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി. ഞങ്ങളുടെ പ്ലേയേഴ്സിന് വളരാനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പുലിമുട്ടെന്ന് പറയുന്നത് T ആകൃതിയിലായിരിക്കണം. പക്ഷേ അവരിവിടെ അശാസ്ത്രീയമായ രീതിയിൽ ആണ് സ്ഥാപിച്ചത്. സ്ഥാപിച്ചതുകൊണ്ട് എപ്പോഴും വലതുവശത്ത് അറ്റാക്ക് പൂർണ്ണമായിട്ടും അറ്റാക്ക് ഉണ്ടാകും. ആ അറ്റാക്കിലാണ് ഭീമാവള്ളി മുതൽ പൂന്തറ വരെ ഷഗ്ഗോം വരെ ഇത്രയും വീടുകൾ നശിക്കാനുള്ള പ്രധാന കാരണം. അതുപോലെ ഈ വീടുകൾ അടുക്കാപ്പിലെ പോകേണ്ട സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ഒരു മുട്ടി നിങ്ങൾ ഈ മുട്ടി അടിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് മുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് എത്രയും പെട്ടെന്ന് നടന്നാലേ ഈ ഇരിക്കുന്ന വീടുകളെങ്കിലും നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇതേ ഗതി തന്നെ വരും. ഞങ്ങൾക്ക് വന്ന ഗതി തന്നെ വീണ്ടും അവർക്കും വരും. ഈ കടപ്പുറത്തിൻ്റെ അടുത്ത് വീട് വയ്ക്കുക എന്നാൽ അതുപോലെ ആയിരിക്കത്തില്ല നമ്മൾ മലയോരത്തിൽ വീട് വയ്ക്കുന്ന പോലെ. ഈ കടപ്പുറത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണലാണ്. ആൻഡ് അതിൻ്റെ അടിയിൽ തന്നെ വാട്ടർ ടേബിൾ വളരെ ഹൈ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചുടുകെട്ട് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ആ വീടിന് വളരെ ലൈഫ് ഒന്നും കാണത്തില്ല. ഈ നാട് ഒരു കാലത്ത് ഏറ്റവും വലിയ കടപ്പുറവും ഒരു കാലത്ത് പോർട്ട്, വർഷങ്ങൾക്ക് മുമ്പ് പോർട്ടായിരുന്ന ഒരു നാടാണ്. ഇപ്പോൾ പലരും വീടുകൾ നഷ്ടപ്പെട്ടു. ഓൾമോസ്റ്റ് 7 വരുന്ന വീടുകൾ നഷ്ടപ്പെട്ട മനുഷ്യരുടെ കുറച്ച് പേരെ ഇവരും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ബാക്കി കുറേ പേര് ഗോഡൌണിനകത്തും സ്കൂളിനകത്തൊക്കെയാണ് താമസിക്കുന്നത്. 2ാം സെക്ഷൻ ഈ കടലാക്രമണത്തിൽ വീണ്ടും വന്ന ജനങ്ങളെല്ലാം പോയി ഈ ഗോഡൌണിൽ, സിമന്റ് ഗോഡൌണിലാണ് കിടത്തത്. മനുഷ്യൻ കിടക്കാത്ത കിടക്കാണ്. ആ പൊടിയും കിടിയൊക്കെ വലിച്ച് ഒരുപാട് പേർക്ക് രോഗം സംഭവിച്ചിട്ടുണ്ട്. ശ്വാസം മുട്ടും കാര്യമൊക്കെ. ഗോഡൌണിൽ 150 കുടുംബങ്ങൾക്കൊക്കെ ഉറങ്ങാൻ നമുക്ക് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നല്ലൊരു വാടക വീട് പോലും ഇല്ല. വീട് പോയവർക്ക് വാടകയ്ക്ക് പോയാൽ 8000 7000 കുറഞ്ഞ ഒരു വീടില്ല. നമുക്ക് വാടക വീട്ടിൽ മാറണ താമസമുണ്ട്. പക്ഷെ നമുക്ക് അതിന് നിവൃത്തിയില്ല. നിലവിൽ കടൽ തീരത്തിൽ നിന്നും 100 മീറ്ററിനകത്ത് പുതിയ വീടുകൾ നിർമ്മിക്കുവാൻ വേണ്ടി ലൈസൻസ് കൊടുക്കാനുള്ള നടപടിയൊന്നും ഗവൺമെൻറ് ചെയ്യില്ല. കാര്യം അത് ഒരു ഓർഡറായി നിലനിൽക്കുകയാണ്. പണ്ടുണ്ടായിരുന്നതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നിലനിർത്താമെന്നല്ലാതെ അവർക്ക് ഇതുപോലെ അല്ലെങ്കിൽ ഇതേപോലെ റീഹാബിലിറ്റേഷൻ ഉണ്ടാക്കി ഇവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റുക എന്നല്ലാതെ വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല. അല്ലെങ്കിൽ അവർ ഈ സാഹചര്യത്തിലും ഈ ചെറിയ സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ കഴിയേണ്ടി വരും. എപ്പോഴാണോ വന്ന് കയറുമെന്നും പറയാം. കടലമ്മയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവർക്കെപ്പോഴാണോ തോന്നുന്നു അപ്പോൾ അവരത് കയറ്റിക്കൊള്ളും. കടൽ വിട്ടാൽ ഞങ്ങൾക്ക് കരയുള്ള ജോലി അറിയില്ല. കൃഷിപ്പണിയായാലും വേറെ വല്ല ഹോട്ടലിലുള്ള പണിയായാലും ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് അറിയാത്ത ഒരേ ഒരു പണി കടലിലെ പണിയാണ്. നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ എവിടെയൊക്കെ താമസിക്കുന്നു? ഇപ്പോൾ ഞങ്ങൾ എവിടെ ഓടാൻ? ഞങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരു 19 കിലോമീറ്റർ അപ്പുറം ഇട്ടിട്ട് ഇതാണ് നിങ്ങളുടെ നാടെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴും നടക്കുന്ന അവസ്ഥ. കടൽ തിരകൾ
കടലോട് മല്ലിട്ട് ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും സുരക്ഷിത ഭവനമൊരുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം മുട്ടത്തറയിൽ 192 കുടുംബങ്ങൾക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ഞങ്ങളുടെ വീട് കടലെടുത്ത് പോയിക്കൊണ്ടിരുന്നതാണ്. പോയപ്പോഴും ഇവർ വീട് തരുമെന്ന് പറഞ്ഞ് വർഷം ഞങ്ങളെ സ്കൂളിൽ കൊണ്ട് താമസിപ്പിക്കാനും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പിന്നീടായപ്പോഴെന്തരായി, നിങ്ങൾക്ക് സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥലങ്ങൾ കാണിച്ചു തരും, ഞങ്ങൾ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. ഞങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അവിടുത്തെ വഴക്കും വെക്കണവും കേട്ട് അങ്ങനെ ഓരോ വീട്ടിലും വാടകയ്ക്കാണ്, കടൽ കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. താമസിച്ചിരുന്നതിന് ശേഷം പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് ഫ്ലാറ്റിൽ വീട് തരാം, ഞങ്ങൾ ഫ്ലാറ്റ് കെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു വീടുണ്ടാക്കാനടുത്ത് വരുവാണെങ്കിൽ ഞാൻ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആർക്കാണ് വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് അവരെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ സ്വപ്നങ്ങൾ എന്താണ്, അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്, ആൻഡ് അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് എന്താണ് വേണ്ടത്, അവരെന്താണ് അവരുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ വീട് കൊണ്ട്, അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പ്ലാൻ വരച്ച് തുടങ്ങുന്നത്. ഒരു ഇടുങ്ങിയ ജീവിതമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാര്യം പുറമേ ഈ കാണുന്നത് പോലെ വിസ്തീർണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ആ ഒരു സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഈ ഫ്ലാറ്റിൽ കൂടുതലും 3-4 കുടുംബം താമസിക്കുന്ന വീടുകളേ ഉള്ളൂ. ഒരു വീട്ടിൽ തന്നെ 5 കുടുംബം താമസിക്കണം. അയാൾക്കുള്ളത് 5 പെൺമക്കളാണ്. എല്ലാം ഈ ഒരു വീട്ടിൽ തന്നെ തിരിഞ്ഞൊക്കെ വരാന്തയിൽ അവിടെ എവിടെയൊക്കെ കിടക്കത്തുള്ളൂ. അവിടെ ഒരു വയസ്സായ അപ്പച്ചൻ കിടക്കുന്നു. ഇവിടെ ഞാൻ 2 കൊച്ചു പിള്ളേരൊക്കെ കിടക്കും. എന്തൊരു ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഉള്ളിടത്തൊക്കെ ചുരുണ്ട് കിടക്കാനേ പറ്റത്തുള്ളൂ. അതായത് നേരത്തെ കടപ്പുറത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടുത്തുള്ളവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു കോളനി പോലെ അകപ്പെട്ടപ്പോഴത്തേക്കും പല ബന്ധങ്ങളും ഭിന്നിച്ച് നിൽക്കുകയാണ്. പിന്നെ 50 വർഷം എന്ന് പറഞ്ഞ് ഈ വീട് തന്നു. ഈ 50 വർഷമൊന്നും നിൽക്കത്തില്ല, അതുകൊണ്ട് അവിടെ ആയിട്ട് വെടിച്ച് കീറുന്നു. പിന്നെ എങ്ങനെയാണ് 50 വർഷം ഈ വീട് നിൽക്കും? തറ പോലും ഇടാതെയാണ് അവർ ഞങ്ങൾക്ക് ഫ്ലാറ്റ് തന്നിട്ടുള്ളത്. ഇന്നും തറ പോലും ഇല്ലാതെയാണ് ഇന്ന് ആ ഫ്ലാറ്റിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോർന്നൊഴുകുന്നുണ്ട്. അതിനുവേണ്ടി ഇപ്പം അവർ നന്നായിട്ട് അവർ സിമെന്റിട്ട് പൂശിയിട്ടുണ്ട്. പൂശിയെങ്കിലും കുറേ കൂടെ കഴിയുമ്പോൾ അതിൻ്റെ ഗതി അതേ ഗതിയാണ്. പഴകും തോറും അത് എന്തരാകും. നമുക്കൊരു ഡോറിന് ലോക്കിടാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കോൺക്രീറ്റ് ഭിത്തികളാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിന് വേണ്ടിയായിട്ട് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് തന്നെ ആ ഇട്ടിരിക്കുന്ന കോൺക്രീറ്റ് ഭിത്തി പൊട്ടിപ്പോവുകയാണ്. ഒന്നും ഡ്രില്ല് ചെയ്യാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. ഈ 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്യുന്നത്. ആ 4 വർഷം വരെ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ മുകളിലുള്ള ഫ്ലാറ്റുകാർക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റില്ല, ചോർച്ച ഉണ്ടായിരുന്നു. മുകളിൽ താമസിക്കുന്നവരുടെ ബാത്റൂം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് താഴെ താമസിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. സൈഡെല്ലാം വെടിയുന്നുണ്ട്. ഒരു വീടുകളെല്ലാം നല്ല രീതിയിലല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ഒരേ ഇടത്തും തിരക്കി നടക്കണം. അതാകുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് പൈപ്പ് അവിടെ ഉണ്ട്. ആ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് കുടിക്കുകയോ എന്തെങ്കിലും ഉപയോഗിക്കുകയോ ചെയ്യാം. ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ അങ്ങൊക്കെ പോയാണ് ഞങ്ങൾ വെള്ളങ്ങൾ എടുക്കുന്നത്. നമ്മളിവിടെ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് നമ്മളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ്, അതുകൂടാതെ തന്നെ ഈ വീടിൻ്റെ എല്ലാം ഡ്രെയിനേജ് വാട്ടർ വന്നിട്ട് അവിടുത്തെ ഒരു ടാങ്കുണ്ട്. ആ ടാങ്കിൽ വന്ന് സ്റ്റോർ ആകുന്നുണ്ട്. അത് പമ്പ് ചെയ്താണ് കളയുന്നത്. ഏകദേശം നല്ല ഹെവി പമ്പാണ് അവിടെ വച്ചിരിക്കുന്നത്. അത് തന്നെ മാസത്തിൽ ആ പമ്പ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയായിട്ട് ഒരു മന്ത്ലി 25,000 ആകുന്നുണ്ട് കറണ്ട് ബില്ല്. അതുകൂടാതെ ഒരു 5,000 ഇതിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിന് വരുന്നുണ്ട്. ഏകദേശം ഒരു 30,000 രൂപ നമ്മൾ മന്ത്ലി നമ്മളിവിടുന്ന് KSEBിക്ക് കറണ്ട് ബില്ലിൻ്റെ രീതിയിൽ നമ്മൾ അടയ്ക്കുന്നുണ്ട്. അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ഈ ഫ്ലാറ്റിനകത്തില്ല. ആദ്യം പറഞ്ഞു ഫ്രീ കണക്ഷനാണെന്ന്, ഫ്രീ ആയിട്ടാണെന്ന് എല്ലാ കാര്യം നടത്തുന്നത്. ഇപ്പം ഞങ്ങൾക്ക് കറണ്ട് ബില്ലിന് ഒരുപാട് ബില്ലുകൾ വരുന്നു, വെള്ളത്തിൻ്റെ ബില്ലുകൾ അധികം വരുന്നു. ഇപ്പം ഞങ്ങൾ കറണ്ട് ബില്ല് അടച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നത് 5,520 രൂപയാണ്. ഇപ്പോഴും വന്നത് 3,368 രൂപ.
ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് ശമ്പളം ഒന്നുമില്ല. കറണ്ട് ബില്ല് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് മോട്ടർ ഓഫാണ്, പിന്നെ അടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അവിടെ ഈ മാനുവൽ വഴി മുകളിലോട്ട് വെള്ളം പൊങ്ങി വരും. വെള്ളം പൊങ്ങി വന്നു കഴിഞ്ഞാൽ വീട്ടിനകത്ത് ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല, നല്ല ദുർഗന്ധമാണ്. കാര്യം വീട്ടിനകത്ത് ഇരിക്കാൻ വേണ്ടി ജനൽ തുറക്കാൻ വേണ്ടി പറ്റില്ല, വലിയ രീതിയിലുള്ള പുഴുക്കളാണ്. ഇവിടെ വെള്ളം ഡ്രെയിനേജ് പൊങ്ങിയാൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കൊതുവും നാറ്റവും, ഇവിടെ വേസ്റ്റ് കളയാനും ഒക്കത്തില്ല. പാത്രങ്ങൾ കഴുകി ആ വെള്ളം പൊങ്ങി അത് ഒരു ആക്കിൽ വരും. ഈ ഇത്രയും 192 ഫ്ലാറ്റുണ്ട്. അവിടുത്തെ ഡ്രെയിനേജ് എല്ലാം പൊങ്ങി വരുന്ന ഇങ്ങോട്ടല്ലേ. ഏറ്റവും ഞങ്ങൾ ഇവിടെയല്ലേ താമസിക്കുന്നത്, ഏറ്റവും ബാക്കിൽ. ഒരു ഫ്ലാറ്റ് തന്നെന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് ഇടുന്ന സ്ഥലത്തിനെങ്കിൽ ഞങ്ങൾക്ക് കത്തിക്കാൻ പോലും ഒന്നും പറ്റുന്നില്ല. എല്ലാം വീട്ടിലെല്ലാം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ കത്തിക്കേണ്ട സാധനം ഞങ്ങൾ കത്തിച്ചതിനെ കളയാൻ വേണ്ടി പറ്റത്തുള്ളൂ. എല്ലാ വേസ്റ്റ് എല്ലാം ഞങ്ങൾക്ക് അവിടെ കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾക്കുള്ള ഉപകരണങ്ങൾ മൊത്തം കത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് കത്തിക്കാൻ പറ്റാത്തത് അവർക്ക് ജോലി ചെയ്യുന്നവരുടെ പേരിൽ കേസുകൾ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ കത്തിക്കാൻ അവർ സമ്മതിക്കാത്തത്. ഞങ്ങൾക്ക് കത്തിക്കേണ്ട സാധനം ഞങ്ങൾക്ക് കത്തിച്ചേ കളയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് ഒരു ആണാളുടെ കയ്യിൽ ഞങ്ങൾ എങ്ങനെയാണ് കൊണ്ട് കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയാം. ഞങ്ങൾക്ക് അറിയാം അത് കൊണ്ട് കൊടുക്കാൻ പാടില്ലെന്ന്. അപ്പം ഞങ്ങൾ ഇത് കേട്ടിട്ടിരിക്കുന്നവർക്കും അറിയാൻ വേണ്ടി പറ്റും എന്തരാണ് ഞങ്ങൾ കത്തിച്ച് കളയാനുള്ള സാധനമെന്ന്. 3 സെന്റ് സ്ഥലത്തില് ഒരു കുത്തി മറച്ച ഒരു ഓനമേഞ്ഞ ഒരു വീട് തന്നാലും ഞങ്ങൾ പോകാൻ സന്നദ്ധരാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, വീടുമായിട്ട് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഫ്ലാറ്റ് വരെയാണെങ്കിൽ പോകാൻ ആഗ്രഹമില്ല. പക്ഷെ അവരുടെ ഫ്ലാറ്റും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ഫ്ലാറ്റ് എന്ന് പറയുന്ന സാധനമേ ഞങ്ങൾക്ക് വേണ്ട. ഒരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ സയൻറ്റിഫിക്കലി 2 വഴികളാണുള്ളത്. ഒരു പ്രോംപ്റ്റ് അലേർട്ട് സിസ്റ്റം ആൻഡ് ആൻ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ബട്ട് ഓൺ ഇംപ്ലിമെൻറ്റേഷൻ both of them fail. But we cannot keep the people's life at risk anymore by giving this excuse. Because one more disaster could bring this community's life to extinction. And if you have to relocate them, അതൊരു mere relocation മാത്രമാവരുത്. അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അവരുടെ സോഷ്യോ എക്കണോമിക് സിസ്റ്റം മനസ്സിലാക്കാതെ അതൊരു റീലൊക്കേഷൻ മാത്രമാവുമ്പോൾ the community slowly loses their identity. And we should never let that happen. ഉറക്കം വരെ ഇല്ല. ആ പ്രയാസം കർത്താവിൻ്റെ മുമ്പിലാണ് പറയുന്നത്. നാളെ എൻ്റെ മക്കൾ സുരക്ഷിതമായിട്ട് കിടന്ന് ജീവിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ തലമുറ മറഞ്ഞു പോയാൽ എൻ്റെ പിള്ളേർ നല്ല രീതിയിൽ ജീവിക്കണം, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സുരക്ഷിതമായിട്ട് നല്ല രീതിയിൽ കിടക്കണമെന്ന് പറഞ്ഞ് താഴ്മയായിട്ട് ആവശ്യം. ഇങ്ങനെ ഒരു വീടെങ്കിലും ഞങ്ങൾക്ക് വേണ്ട. കടപ്പുറത്ത് ഒരു ചെറ്റക്കൂര വെച്ചെങ്കിലും ഞങ്ങൾ കയറി കിടക്കും. നമുക്ക് എവിടെ ആയിരുന്നാലും കിടന്ന് ഉറങ്ങണം. കടലിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്കൊരു വീട് വേണം. അപ്പോഴേ നമുക്ക് കടലിലോട്ട് പണിക്കും പോകാനും പറ്റും, പിള്ളേരെ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റും. ഞങ്ങൾക്ക് മരിക്കുന്നവരെ ഈ ഭവനത്തിൽ ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ട്. രാജതുറ എന്ന് പേരിട്ടൊരു നാടാണ് ഞങ്ങളുടെ. ഒരു കാലത്ത് രാജതുറ രാജാക്കന്മാർക്ക് ഞങ്ങൾ അഭയം കൊടുത്ത നാടാണ്. എന്നിട്ട് ഞങ്ങളുടെ നാട് ഇങ്ങനെ കിടക്കുന്നത്.
Everyone deserves a house. House for you, house for me, and house for everyone. ഒരു ഓപ്ഷൻ കിട്ടിയ ഈ വീട് വേറൊരു സ്ഥലം, ഇവിടെ മാറി വേറൊരു സ്ഥലം, ഏതെടുക്കും? വേറെ സ്ഥലം തന്നെയാണ്. എന്തുകൊണ്ട്? ഇവിടെ കടൽ കയറുമ്പോൾ ഇനി വീട് പോകുമല്ലോ.